കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം, കർമ്മഫലം തരും ഈശ്വരനല്ലോ. നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലേക്കുള്ള അംഗങ്ങളുടെയും ചെയർമാൻമാരുടെയും തിരഞ്ഞെടുപ്പ് പൂർത്തിയായിരിക്കുകയാണല്ലോ. അതായത് എല്ലായിടത്തും സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ ഫോം ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി മീറ്റിങ്ങുകൾ കൂടണം. കമ്മിറ്റികൾ കൂടുന്നതിന് മുമ്പ് പഞ്ചായത്ത് രാജ് ആക്ടിലെയും മുനിസിപ്പാലിറ്റി ആക്ടിലെയും ബന്ധപ്പെട്ട വകുപ്പുകളും ചട്ടങ്ങളും ഒന്ന് വായിച്ചിരിക്കുന്നത് നല്ലതാണ്. സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലേക്കുള്ള അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പ് പൂർത്തിയായാൽ നമുക്ക് ആദ്യം അംഗങ്ങൾക്കൊക്കെ സ്പെഷ്യൽ റോളുകൾ നൽകണം. അതായത് ഓരോ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെയും ചെയർമാൻമാർ ആരൊക്കെ, അംഗങ്ങൾ ആരൊക്കെ എന്ന് സ്മാർട്ടിൽ നൽകണം. അതിനായി അഡ്മിൻ അഥവാ സെക്രട്ടറി ലോഗിൻ ചെയ്യുന്നു. HRMS നിന്നും ഇലക്ടഡ് റെപ്രസെൻറ്റേറ്റീവ്സ് മാനേജ്മെന്റ് കാർഡിലെ സ്പെഷ്യൽ റോൾ സെലക്ട് ചെയ്യുന്നു. ഇവിടെ ആ തദ്ദേശ സ്ഥാപനത്തിലെ വാർഡ് നെയിം, സീറ്റ്, പോസ്റ്റ് ID എന്നിവ കാണാം. തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളെ അതത് പോസ്റ്റ് ഐഡികളിലേക്ക് മാപ്പ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇലക്ടഡ് റെപ്രസെൻറ്റേറ്റീവ്സ് എന്ന ഭാഗത്ത് അവരുടെ പേരും പെൻ നമ്പറും ലിസ്റ്റ് ചെയ്തിരിക്കും. നിലവിൽ നമ്മുടെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും അംഗങ്ങളെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ആരെയെങ്കിലും ആ പെൻ ഐഡിയിലേക്ക് മാപ്പ് ചെയ്തിട്ടില്ല എങ്കിൽ മാപ്പിംഗ് ആദ്യം പൂർത്തിയാക്കണം. ഏതെങ്കിലും വാർഡിലേക്ക് അംഗത്തെ മാപ്പ് ചെയ്തിട്ടില്ല എങ്കിൽ അത് ചെയ്യുന്ന വിധം കൂടി കാണിക്കാം. സെക്രട്ടറി ലോഗിനിൽ HRMSലെ ഇലക്ടഡ് റെപ്രസെൻറ്റേറ്റീവ്സ് മാനേജ്മെന്റ് കാർഡിലെ ഇലക്ടഡ് റെപ്രസെൻറ്റേറ്റീവ് മാപ്പിംഗ് ഓർ ഡീലിംഗിങ് സെലക്ട് ചെയ്തു. ഏത് വാർഡിലേക്കാണോ പ്രസ്തുത മെമ്പറെ അസൈൻ ചെയ്യേണ്ടത് ആ വാർഡിന് നേരെയുള്ള ആക്ഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ വരുന്ന പേജിൽ ആ അംഗത്തിന്റെ പെൻ നൽകുക, ഓർഡർ നമ്പറും ഡേറ്റും കൊടുക്കുക, ലിങ്ക് ഒഫീഷ്യൽ ടു പോസ്റ്റ് ID ക്ലിക്ക് ചെയ്യുക, അതായത് പബ്ലിഷ് ചെയ്യുക. ഏതെങ്കിലും വാർഡിലേക്ക് അംഗത്തെ മാപ്പ് ചെയ്തിട്ടില്ല എങ്കിൽ മാത്രം ഈ പ്രോസസ് ചെയ്താൽ മതിയാകും. വീണ്ടും സ്പെഷ്യൽ റോളിലേക്ക് വരിക. അവിടെ എല്ലാ അംഗങ്ങളുടെ നേരെയും മെമ്പർ എന്ന റോൾ ഓട്ടോമാറ്റിക്കലി മാപ്ഡ് ആയതായിട്ട് കാണാം. ഇനി പ്രസിഡന്റ് റോൾ ആർക്കെങ്കിലും, അത് പ്രസിഡന്റ് റോൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രസിഡന്റ് നേർക്ക് ഷെയർഡ് എന്നൊരു പ്രിവിലേജ് കൂടി കിട്ടും. കാരണം ഇത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആണ്. അവർക്ക് ബ്ലോക്കിലെ പഞ്ചായത്ത് മീറ്റിംഗിലും പങ്കെടുത്ത് അറ്റൻഡൻസ് രേഖപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഷെയർഡ് എന്ന് വന്നത്. ഞാനിവിടെ ആദ്യം ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങൾക്കാണ് സ്പെഷ്യൽ റോള് നൽകുന്നത്. ആദ്യം വൈസ് പ്രസിഡന്റ് റോൾ കൊടുക്കാം. അദ്ദേഹത്തിന്റെ പേരിന് നേരെയുള്ള ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. വരുന്ന കൺഫർമേഷൻ മെസ്സേജിന് പ്രൊസീഡ് കൊടുത്തു. ഇപ്പോൾ വന്ന പേജ് നോക്കിയേ, അവിടെ പ്രിവിലേജ് എന്ന ഭാഗത്ത് മെമ്പർ എന്ന പ്രിവിലേജ് ഓട്ടോമാറ്റിക്കായി വന്നിട്ടുണ്ട്. നോക്കൂ, ആ ബോക്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡെവലപ്മെന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, ഡെവലപ്മെന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പർ, വെൽഫെയർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, വെൽഫെയർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പർ, അങ്ങനെ ധാരാളം പ്രിവിലേജുകൾ കാണാം. ഇത് വൈസ് പ്രസിഡന്റ് ആണ്. നമുക്ക് അദ്ദേഹത്തിന് വൈസ് പ്രസിഡന്റ് എന്ന പ്രിവിലേജ് കൂടി ആഡ് ചെയ്യണം. ആഡ് ചെയ്താൽ ആയത് അപ്രൂവ് ചെയ്ത് റിമാർക്സ് കൊടുത്ത് പബ്ലിഷ് ചെയ്യാം. ഇനി നമുക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ മറ്റ് അംഗങ്ങൾക്കും ഇതേപോലെ സ്പെഷ്യൽ പ്രിവിലേജ് കൊടുക്കണം. സ്റ്റാൻഡിംഗ് കമ്മിറ്റി മറ്റെല്ലാ അംഗങ്ങൾക്കും. എന്റെ പഞ്ചായത്തിൽ വൈസ് പ്രസിഡന്റിനെ കൂടാതെ 3 അംഗങ്ങൾ കൂടി ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലുണ്ട്. ഓരോരുത്തരായി ആഡ് ചെയ്യണം. എനിക്കിവിടെ 2ാം വാർഡിലെ മെമ്പർ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ അംഗമാണ്. അപ്പോൾ അവർക്ക് മെമ്പർ എന്ന പ്രിവിലേജിന് പുറമെ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ അംഗം എന്ന പ്രിവിലേജ് കൂടി കൊടുക്കണം. അതിനായിട്ട് അവരുടെ പേരിന് നേർക്കെയുള്ള ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. വരുന്ന മെസ്സേജിന് പ്രൊസീഡ് കൊടുത്തു. ഇപ്പോൾ ഈ ഗ്രിഡിന് ചുവടെ ലിസ്റ്റ് ചെയ്യുന്ന ഈ ഭാഗത്ത് പ്രിവിലേജ് എന്നതിൽ മെമ്പർക്ക് പുറമെ ഫിനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പർ എന്നുകൂടി കൊടുക്കുക. സേവ് ചെയ്ത് പബ്ലിഷ് ചെയ്യുക. ഇപ്പോൾ ഒരു അംഗത്തെ മാപ്പ് ചെയ്യുന്നതാണ് ഞാൻ കാണിച്ചത്. നിങ്ങൾ ഇതേപോലെ ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ എല്ലാ അംഗങ്ങൾക്കും പ്രിവിലേജ് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ ചെയർപേഴ്സണെയും അതിലെ അംഗങ്ങളെയും മാപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇപ്രകാരം നിങ്ങൾ മറ്റെല്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലെ അംഗങ്ങളെയും ചെയർപേഴ്സൺമാരെയും പ്രിവിലേജ് കൊടുത്ത് മാപ്പ് ചെയ്യണം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, അംഗങ്ങൾക്കൊന്നും തന്നെ സർവീസ് മാപ്പിംഗ് അല്ല നമ്മൾ ചെയ്തത്. വെറുതെ സ്പെഷ്യൽ റോൾ വഴി പ്രിവിലേജ് കൊടുക്കുക മാത്രമാണ് ചെയ്തത്. ഇനി നമുക്ക് ഓരോ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെയും അജണ്ട കൈകാര്യം ചെയ്യാൻ ഒരു സ്റ്റാഫിനെ കൊടുക്കണം. നമ്മൾ പഞ്ചായത്തിന്റെ ആദ്യ യോഗം ചേർന്നപ്പോൾ MMCM 01 കൗൺസിൽ ബാർ പഞ്ചായത്ത് മീറ്റിംഗ് അജണ്ട എന്ന സർവീസിന് ഒരു വെരിഫയറേയും അപ്രൂവറേയും കൊടുത്തിട്ടുണ്ടായിരിക്കും. ഞാനിവിടെ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയെ ബേസ് ചെയ്താണ് കാര്യങ്ങൾ പറയുന്നത്. ആദ്യം നമ്മൾ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് അംഗങ്ങളെ ആഡ് ചെയ്തു. ഇനി ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ അജണ്ട കൈകാര്യം ചെയ്യാൻ വെരിഫയറേയും അപ്രൂവറേയും മാപ്പ് ചെയ്യണം. അതായത് ഏത് സീറ്റിൽ നിന്നും ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് ഒരു അജണ്ട ഇട്ടാലും അത് ആരുടെ ലോഗിനിലേക്കാണ് വരേണ്ടത്, അവരെ വെരിഫയർ ആയി ആഡ് ചെയ്യണം. അജണ്ട അപ്രൂവ് ചെയ്യാനുള്ള ആൾ അപ്രൂവറും. അതിനായി HRMS നിന്ന് സർവീസ് മാപ്പിംഗ് കാർഡിലെ സർവീസ് മാപ്പിംഗ് എൻട്രി എടുത്തു. നമ്മൾ സ്ഥിരം ചെയ്യുന്ന കാര്യങ്ങളാണ്. ഡിപ്പാർട്ട്മെന്റും വിങ്ങും ഏത് സ്റ്റാഫിനാണോ റോൾ ആഡ് ചെയ്യേണ്ടത് അവരുടെ ഡെസിഗ്നേഷൻ സെലക്ട് ചെയ്തു. ഇവിടെ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ്. സ്വാഭാവികമായും ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് നമ്മൾ അക്കൗണ്ടന്റുമാരായിരിക്കും. ആയതുകൊണ്ട് ഞാൻ അക്കൗണ്ടന്റിന് തന്നെ വെരിഫയർ പ്രിവിലേജും അപ്രൂവർ പ്രിവിലേജും കൊടുക്കുകയാണ്. അക്കൗണ്ടന്റ് തന്നെ അജണ്ട അപ്രൂവ് ചെയ്താലും മതി, പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് പോസ്റ്റ് ID എന്ന ഭാഗത്ത് നിന്ന് അക്കൗണ്ടന്റിനെ സെലക്ട് ചെയ്തു.
മോഡ്യൂൾ മീറ്റിംഗ് മാനേജ്മെന്റ് സെലക്ട് ചെയ്തു. സബ് മോഡ്യൂൾ കൗൺസിൽ ബാർ പഞ്ചായത്ത് കമ്മിറ്റി ബാർ അതർ മീറ്റിംഗ് സെലക്ട് ചെയ്തു. നോക്കൂ, അവിടെ ഫിനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അജണ്ടയുടെ സർവീസ് കോഡ് MMCM02 ആണ്. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ MMCM03 ആണ്. അതുപോലെ എല്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അജണ്ടയ്ക്കും സർവീസ് കോഡുകൾ അവിടെ കാണാം. നമ്മൾ MMCM02 സെലക്ട് ചെയ്തു. ആദ്യം പറഞ്ഞ പോലെ അക്കൗണ്ടന്റിന് വെരിഫയറും അപ്രൂവറും റോൾ കൊടുത്തു. ഇത് പബ്ലിഷ് ചെയ്തു. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഏത് സീറ്റിൽ നിന്നും ഫിനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് ഒരു അജണ്ട ഇട്ടാലും അത് വെരിഫിക്കേഷന് വേണ്ടി അക്കൗണ്ടന്റിന് ലഭിക്കും. അദ്ദേഹത്തിന് തന്നെ അത് അപ്രൂവ് ചെയ്യുകയും ആവാം. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അജണ്ട അപ്രൂവറാക്കി സെക്രട്ടറിയെ അസൈൻ ചെയ്യുകയും ആവാം. അതൊക്കെ ഓഫീസിലെ സൗകര്യം അനുസരിച്ച് ചെയ്യുക. ഇനി നമുക്ക് ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി, ഇവിടെ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ്. ഈ കമ്മിറ്റിയുടെ അറ്റൻഡൻസ് രേഖപ്പെടുത്താനും മിനിറ്റ്സ് എൻട്രി ചെയ്യാനുമായി ഒരാളെ ചുമതലപ്പെടുത്തണം. സ്വാഭാവികമായും അത് അക്കൗണ്ടന്റ് തന്നെ ആയിരിക്കും. ഈ റോളിനെയാണ് മീറ്റിംഗ് മാനേജർ എന്ന് പറയുന്നത്. പഞ്ചായത്ത് യോഗത്തിന് മീറ്റിംഗ് മാനേജറെ അസൈൻ ചെയ്തതുപോലെ ഓരോ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെയും അറ്റൻഡൻസ് രേഖപ്പെടുത്താനും മിനിറ്റ്സ് എൻട്രി ചെയ്യാനും നമുക്ക് വേണമെങ്കിൽ ഒരു സ്റ്റാഫിനെ മീറ്റിംഗ് മാനേജറായിട്ട് ആഡ് ചെയ്യാം. അതായത് ഓരോ സ്റ്റാൻഡിംഗ് കമ്മിറ്റി വേണമെങ്കിൽ സെപ്പറേറ്റ് ആളിനെ ആഡ് ചെയ്യാം. അതിനായി വീണ്ടും സർവീസ് മാപ്പിംഗിൽ വന്നു. ഡെസിഗ്നേഷൻ അക്കൗണ്ടന്റിനെ സെലക്ട് ചെയ്തു. പോസ്റ്റ് ഐ ഡി സെലക്ട് ചെയ്തു. ഇവിടെ അക്കൗണ്ടന്റിനെയാണ് സെലക്ട് ചെയ്തത്. മറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റികളാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതിന് ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചാർജ് ആരെയാണ്, ഏത് സ്റ്റാഫിനാണ് അവരെ വേണം സെലക്ട് ചെയ്യാൻ. ഓക്കെ, മോഡ്യൂൾ മീറ്റിംഗ് മാനേജ്മെന്റ് തന്നെ. സബ് മോഡ്യൂൾ കൗൺസിൽ ബാർ പഞ്ചായത്ത് കമ്മിറ്റി ബാർ അതർ മീറ്റിംഗ്. സർവീസ് എന്ന ഭാഗത്ത് നിന്ന് MMCM15 ഫിനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി സെലക്ട് ചെയ്യുക. ഏത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണോ നിങ്ങൾ ചെയ്യുന്നത് അതിന്റെ കോഡാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. റോള് കൊടുക്കുന്നത് മീറ്റിംഗ് മാനേജർ എന്ന് കൊടുക്കണം. ഇത് പബ്ലിഷ് ചെയ്തു. ഇപ്പോൾ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മിനിറ്റ്സ് തയ്യാറാക്കാനുള്ള പ്രിവിലേജ് അക്കൗണ്ടന്റിന് കിട്ടി. ഇനി ഈ മിനിറ്റ്സ് അംഗീകരിക്കണം. സ്വാഭാവികമായും അപ്രൂവർ എന്ന റോൾ നൽകേണ്ടത് സെക്രട്ടറിക്ക് ആയിരിക്കും. അതായത് മിനിറ്റ്സിന്റെ അപ്രൂവറാണ് ഇവിടെ. ഞാൻ ഈ MMCM15 ഫിനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്ന സർവീസിന്റെ അപ്രൂവറായി സെക്രട്ടറിയെയും ആഡ് ചെയ്ത് പബ്ലിഷ് ചെയ്തു. ഇത്രയും ആയി കഴിഞ്ഞപ്പോൾ സെറ്റിംഗ്സ് എല്ലാം പൂർത്തിയായി. ഇനി നമുക്കൊരു സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ സാധാരണ മീറ്റിംഗ് എങ്ങനെ ഷെഡ്യൂൾ ചെയ്യാമെന്ന് നോക്കാം. കേസ്മാർട്ടിലെ മീറ്റിംഗ് മാനേജ്മെന്റിൽ ഒരു പ്രത്യേകത പറഞ്ഞല്ലോ. ഏത് സ്റ്റാഫിന് വേണമെങ്കിലും ഏത് ഫയലിൽ നിന്ന് വേണമെങ്കിലും പഞ്ചായത്ത് യോഗത്തിലേക്കോ ഏത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്കോ അജണ്ട തയ്യാറാക്കി അയക്കാൻ പറ്റും. എനിക്കിവിടെ 2025 ഡിസംബറിലെ വരവ് ചെലവ് കണക്കുകൾ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ അവതരിപ്പിക്കണം. അക്കൗണ്ടന്റ് തന്നെയാണ് അജണ്ട തയ്യാറാക്കുന്നത്. അക്കൗണ്ടന്റ് ലോഗിൻ ചെയ്തു. അജണ്ട തയ്യാറാക്കാനായി അതുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള ഒരു ഫയൽ ഓപ്പൺ ചെയ്യുകയോ അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരു പുതിയ ഫയൽ എറേസ് ചെയ്യുകയോ ആവാം. ഞാനിവിടെ നിലവിലുള്ളൊരു ഫയൽ ഓപ്പൺ ചെയ്തു. നമ്മൾ ഓപ്പൺ ചെയ്യുന്ന ഫയലിൽ ആവശ്യമായ അറ്റാച്ച്മെന്റ് ഉണ്ടായിരിക്കണം. അതൊന്ന് ശ്രദ്ധിച്ചോളണം. ഓപ്പൺ ചെയ്ത ഫയലിലെ ഡ്രാഫ്റ്റിംഗ് ഭാഗത്തെ ഡ്രാഫ്റ്റ് ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ ലഭിക്കുന്ന ന്യൂ അജണ്ടയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അജണ്ട തയ്യാറാക്കാനായി ഒരു ചൈൽഡ് ഫയൽ ക്രിയേറ്റ് ആവും. മീറ്റിംഗ് കാറ്റഗറിയിൽ പഞ്ചായത്ത് മീറ്റിംഗും ഇപ്പോൾ എല്ലാവരെയും ആഡ് ചെയ്തത് കൊണ്ട് ഫിനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി മീറ്റിംഗും ലിസ്റ്റ് ചെയ്യും. നമ്മൾ ഫിനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി സെലക്ട് ചെയ്തു. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തു. ടൈറ്റിൽ എന്ന ഭാഗത്ത് അജണ്ടയുടെ ടൈറ്റിൽ കൊടുത്തു. ഡിസ്ക്രിപ്ഷൻ എന്ന ഭാഗത്ത് അജണ്ട വിവരണം കൊടുത്തു. ഈ ഭാഗം എപ്പോഴും വിശദമായി തന്നെ ചെയ്താൽ മിനിറ്റ്സ് എൻട്രി ചെയ്യാൻ എളുപ്പമായിരിക്കും. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തു. സെക്രട്ടറി നോട്ട്സ് എന്ന ഭാഗത്ത് ഈ അജണ്ട അപ്രൂവ് ചെയ്യുന്ന സെക്രട്ടറി ആണെങ്കിൽ മാത്രം സെക്രട്ടറിക്ക് തന്നെ നോട്ട് എൻ്റർ ചെയ്യാം. സേവ് ചെയ്തു. അജണ്ട ഫോർവേഡ് ചെയ്തു. ഫോർവേഡ് ചെയ്യുമ്പോൾ ആരെയാണോ ഫിനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ വെരിഫയർ ആയി വെച്ചിട്ടുള്ളത് അവരുടെ ലോഗിനിലായിരിക്കും ഇവിടെ അക്കൗണ്ടന്റ് തന്നെയാണ് ഈ ഫയൽ എത്തുന്നത്. വീണ്ടും അക്കൗണ്ടന്റ് ഇൻബോക്സ് ചെയ്യുന്നു. വെരിഫൈ ചെയ്യാനായിട്ട് ആ ഫയൽ എടുത്തു. ഫയൽ ആക്ഷനിൽ നിന്ന് റെക്കമെൻഡഡ് ഫോർ അപ്രൂവൽ സെലക്ട് ചെയ്തു. ഫയൽ ഫോർവേഡ് ചെയ്തു. അപ്രൂവറും അക്കൗണ്ടന്റ് തന്നെയാണ്. അതുകൊണ്ട് അദ്ദേഹം വീണ്ടും ഇൻബോക്സിൽ നിന്ന് ആ ഫയൽ എടുത്തു. ഫയൽ ആക്ഷൻ നിന്ന് അപ്രൂവ് സെലക്ട് ചെയ്തു. സബ്മിറ്റ് ചെയ്തു. അപ്രൂവ് ആകുന്ന അജണ്ടകളൊക്കെ അജണ്ട രജിസ്റ്ററിൽ വന്നിട്ടുണ്ടായിരിക്കും. കൂടാതെ അജണ്ട തയ്യാറാക്കപ്പെട്ട ചൈൽഡ് ഫയൽ ഇപ്പോൾ ഡിസ്പോസ് ആയി പോവുകയും ചെയ്തിട്ടുണ്ട്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യേണ്ടത് അതത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരാണ്. ഇവിടെ വൈസ് പ്രസിഡന്റ് ആണ്. അതുകൊണ്ട് വൈസ് പ്രസിഡന്റ് ലോഗിൻ ചെയ്തു. സർവീസിൽ നിന്ന് മീറ്റിംഗ് മാനേജ്മെന്റ് മോഡ്യൂൾ എടുത്തു. അതിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി കാർഡ് സെലക്ട് ചെയ്തു. അതിലെ ഫിനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ ലഭിക്കുന്ന ഫിനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി കാർഡിലെ അജണ്ട രജിസ്റ്റർ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് അംഗീകരിക്കപ്പെട്ട മുഴുവൻ അജണ്ടകളും കാണാം. നമ്മൾ കാർഡിൽ തിരികെ വന്നു. ഷെഡ്യൂൾ ആൻഡ് കണ്ടക്ട് മീറ്റിംഗ് സെലക്ട് ചെയ്തു. ഇപ്പോൾ വരുന്ന പേജിൽ കാണുന്ന ന്യൂ ക്ലിക്ക് ചെയ്തു. മീറ്റിംഗ് ടൈപ്പ് ഓർഡിനറി കൊടുത്തു. മീറ്റിംഗ് ഡേറ്റും മീറ്റിംഗ് ടൈമും നൽകി. സേവ് ചെയ്തു. ഡ്രാഫ്റ്റ് മീറ്റിംഗ് നോട്ടീസ് കാണാം. ഷെഡ്യൂൾ ക്ലിക്ക് ചെയ്യുന്നതോടെ മീറ്റിംഗ് ഷെഡ്യൂളായി. വേണമെങ്കിൽ മാത്രം നോട്ടീസ് പ്രിന്റ് എടുക്കാം. മീറ്റിംഗ് നടക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ നോക്കാം. മറ്റൊരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.